ആകാശവാണി. കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം NDA സർക്കാരിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. വികസിത ഭാരതം സാക്ഷാത്കരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കിക്കൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത്. In this budget, the proposed development measures span 10 broad areas focusing on Garib, youth, Annadata and Nari, spurring agricultural growth and productivity, building rural prosperity and resilience, taking everyone together on an inclusive growth path, boosting manufacturing and furthering Make in India. യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പ്രാധാന്യം നൽകി വളർച്ച ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണിതെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കാർഷിക വളർച്ചയും ഉൽപാദനക്ഷമതയും തൊഴിൽ കേന്ദ്രീകൃതമായ വികസനം, ഗ്രാമീണ സമൃദ്ധി തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന പ്രക്രിയയിൽ 10ഓളം മേഖലകൾക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ് 2025-26 കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हमने कई सेक्टर्स युवाओं के लिए खोल दिए. सामान्य नागरिक विकसित भारत के मिशन को ड्राइव करने वाला है. ये बजट एक फोर्स मल्टीप्लायर है. ये बजट सेविंग्स को बढ़ाएगा, इन्वेस्टमेंट को बढ़ाएगा, कंजम्पशन को बढ़ाएगा और ग्रोथ को भी तेजी से बढ़ाएगा. അതേസമയം ബജറ്റിൽ ഇടത്തരക്കാർക്കും യുവാക്കൾക്കുമായി കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തൊഴിലില്ലായ്മ, യുവാക്കളുടെ പ്രശ്നങ്ങൾ എന്നിവ ബജറ്റിൽ പ്രതിപാദിക്കുന്നില്ലെന്ന് ശശി തരൂർ MP കുറ്റപ്പെടുത്തി. The middle class tax cut is what the BJP people are cheering, and I think we'll all await the details of that with interest. But beyond that, there's some fundamental questions about the nature of our economy and what the finance minister's statement does to address them that are still not yet clear. For example, what is being done to ensure that the sort of national manufacturing mission she's talking about will take off? Right now, the investment climate is bad. Even domestic investors are not investing. Foreign investors are pulling their money out. Where is the money going to come from additional manufacturing? Secondly, unemployment is the biggest crisis facing our economy. She's not talked about unemployment at all. Okay, so if you have a salary, you're going to pay less tax, apparently. But if you don't have a salary, where are you going to get the salary from? You need to generate more jobs in this economy, and there's been no sign of that. So these are some of the things. We'll have to look at the proposals in full detail. But my own feeling at the moment is that the central problems facing the economy have not been addressed. Economic growth is still much lower than had been projected even a year ago. And on top of that, we've seen exports are down. It's now less than 20% of GDP. How is she going to improve exports? What are the methods that's going to be creating more goods for export? Not clear. Equally unclear is this whole question of the fiscal deficit. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിന് 1.5 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വ്യാപാര മേഖലയ്ക്കായി ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ സംവിധാനമായ ഭാരത് ട്രേഡ് നെറ്റ് ആരംഭിക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആശ്വാസകരമായ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുന്ന ഒട്ടേറെ നടപടികളുടെ ഒരു ആകെത്തുകയായി വേണം ബജറ്റിനെ കാണേണ്ടതെന്നും പ്രമുഖ ധനകാര്യ വിദഗ്ധനായ S. ആദികേശവൻ പറഞ്ഞു. മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആനുകൂല്യം കിട്ടുന്ന വലിയ ഒരു ബജറ്റ് നിർദ്ദേശമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിനെ വേറിട്ട് നിർത്തുന്നത്. 12 ലക്ഷം രൂപ വരെ ആദായം ഉള്ള ഇൻകം ഉള്ള ആൾക്കാർക്ക്, വ്യക്തികൾക്ക് ടാക്സിന്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ നികുതി ഭാരം വരുന്നില്ല. സാലറീഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ, ശമ്പളം പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 കൂടെ ചേർക്കുമ്പോൾ 12,70,75,000 വരെ നികുതിയുടെ ഭാരം വരുന്നില്ല. അപ്പോൾ ധാരാളം ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മധ്യവർഗത്തിന് സന്തോഷം ജനിപ്പിക്കുന്ന ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷെ ഇത് കൂടാതെ കാർഷിക മേഖലയിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഇളവുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. KCC എന്ന് പറയുന്നത്, സാധാരണ കർഷകർ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ആ ലോണിൽ പറയുന്ന
പേരാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അതിന് 3 ലക്ഷം രൂപ വരെ മാത്രമാണ് നേരത്തെ പലിശ നിരക്കിൽ ഇളവ് ഉണ്ടായിരുന്നത്. സർക്കാർ 4-5% പലിശ നിരക്കിന്റെ ഇളവ് സർക്കാർ നേരിട്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം രൂപ വരെ ആക്കിയിട്ടുണ്ട്. അപ്പം കാർഷിക മേഖലയിലെ വായ്പ എടുക്കുന്ന ആൾക്കാർക്ക് നേരത്തെ 3 ലക്ഷം രൂപ വരെ മാത്രമാണ് പലിശ ഇളവ് കിട്ടിയിരുന്നതെങ്കിൽ ഇനി അത് 5 ലക്ഷമാക്കപ്പെടുന്നു. അതേപോലെ തന്നെ MSME സെക്ടറിന്റെ ഡെഫിനിഷനിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പൊതുവിൽ നമുക്ക് വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുന്ന കുറെ നടപടികളുടെ ഒരു ആകത്തുകയായി വേണം നമ്മൾ ഈ ബഡ്ജറ്റിനെ കാണുവാനായിട്ട്. എന്നാൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന പോലും ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. വയനാട് പാക്കേജിനെക്കുറിച്ചും വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളോട് കഴിഞ്ഞ ദിവസം കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെ പറ്റി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നു എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെന്റിനെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പലിശ ഇളവ് പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തുമെന്നും രാജ്യത്തെ 100 ജില്ലകളിൽ PM ധൻധാന്യ കൃഷി യോജന നടപ്പാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. എന്നാൽ സുഗന്ധവ്യഞ്ജന കൃഷിയുടെ പ്രധാന കേന്ദ്രമായ കേരളത്തിന് അതിനർഹമായ പരിഗണന ബജറ്റിൽ ലഭിക്കേണ്ടതായിരുന്നുവെന്ന് കർഷകനും തൊടുപുഴ കാർഡ്സ് കാർഷികോൽപാദന കമ്പനി ചെയർമാനുമായ KG ആന്റണി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിൽ ഇന്ന് അവതരിപ്പിച്ച ധനകാര്യ ബഡ്ജറ്റ് കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ ഗുണപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് തീർച്ചയായിട്ടും കാർഷിക മേഖലയുടെ ഉത്തേജനത്തിനും വളർച്ചയ്ക്കും ഗുണകരമാകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഇത്രയും വിപുലമായ രാജ്യത്ത് കേരളം പോലെയുള്ള സംസ്ഥാനത്തെ പരിഗണിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തു എന്നുള്ളത് സംശയമുണ്ട്. രാജ്യത്തിൻ്റെ മൊത്തം കയറ്റുമതി വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സുഗന്ധവ്യഞ്ജനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രോത്സാഹനത്തെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ കാതലായ യാതൊരു നിർദ്ദേശവും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ഇന്ന് ആ മേഖല ഒട്ടേറെ ദുരിതങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. വിലയിടിവ് മാത്രമല്ല പ്രശ്നം, കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിലെ ഉൽപ്പാദനക്കുറവിനും അതോടൊപ്പം തന്നെ കൃഷിയുടെ നാശത്തിനും കാരണമാകുന്നുണ്ട്. അവയുടെ പുനരുദ്ധാരണത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പദ്ധതികൾ കൂടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നാണ് കർഷകർ ആഗ്രഹിക്കുന്നത്. അവർ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇന്ന് 8 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്നിടത്ത് 2 ലക്ഷം ഹെക്ടറായി നെൽപ്പാടങ്ങളുടെ വിസ്തൃതി കുറഞ്ഞ ഒരു പശ്ചാത്തലം നിലനിൽക്കുകയാണ്. എങ്കിലും അത്തരത്തിൽ കുറഞ്ഞ നെൽപ്പാടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് യഥാർത്ഥ സമയത്ത് കളക്ട് ചെയ്യുന്നതിനും അതിൻ്റെ വില കൃത്യസമയത്ത് കർഷകരുടെ അക്കൗണ്ടിൽ വരുന്നതിനും ഇന്നും സാധ്യമായിട്ടില്ല. അതുകൊണ്ട് ഈ നെല്ല് സംഭരണ ധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിന് വൻതോതിലുള്ള ഒരു പ്രോത്സാഹനം ബഡ്ജറ്റിൽ പറയുമ്പോഴും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള ക്രിയാത്മകമായ നടപടികൾക്ക് കൂടി ബഡ്ജറ്റിൽ ഊന്നൽ നൽകേണ്ടതുണ്ട് എന്നാണ് കാർഷിക മേഖലയിൽ നിന്ന് പറയുവാനുള്ളത്. നിർമ്മിത ബുദ്ധി മേഖലയിൽ മികവിന്റെ കേന്ദ്രം ആരംഭിക്കുമെന്നും താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനും ഗ്യാൻ ഭാരത് ദൌത്യം നടപ്പാക്കുമെന്നും ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്കായി പ്രത്യേക പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കും. 50,000 സ്കൂളുകളിൽ അഡൽ ടിങ്കറിംഗ് ലാബുകൾ ആരംഭിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ തികച്ചും സ്വാഗതാർഹമാണെന്ന് ഉദ്യോഗാർത്ഥിയായ മുഹമ്മദ് മുസ്തഫ പറയുന്നു. ഈ ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില നയപ്രഖ്യാപനങ്ങളാണ്. പ്രധാനമായിട്ടും നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിനും നൽകിയിരിക്കുന്ന പ്രാധാന്യം അതിനെ ഉൾക്കൊള്ളുന്നു. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെയാണ്. അതോടൊപ്പം IITയുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പ്രത്യേകിച്ച് 6500 കുട്ടികളെ കൂടി
വിദ്യാഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി, പഠിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും വീണ്ടും പ്രശംസനീയം തന്നെ. ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടി എന്ന് പറയുന്നു. വെള്ളം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നമ്മൾ ആരും പറഞ്ഞു തരേണ്ടതില്ല. പ്രത്യേകിച്ചും ജനങ്ങളുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും ജല ദൗർലഭ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പം വാട്ടർ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിന് ഈ ഒരു നിർദ്ദേശം, ഈ ഒരു സ്കീം വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദായ നികുതി ഘടനയിൽ വൻപിച്ച മാറ്റങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ നികുതി സംവിധാനത്തിന് കീഴിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നൊഴിവാക്കി. ആദായ നികുതി ഘടനയിലെ മാറ്റങ്ങൾ മധ്യവരുമാനക്കാരെ സഹായിക്കുന്നതാണെന്നും മിഡിൽ ക്ലാസിന് ആശ്വാസകരമായ ബജറ്റാണിതെന്നും എറണാകുളം മഹാരാജാസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ സന്തോഷ് ടി വർഗീസ് അഭിപ്രായപ്പെട്ടു. ധനകാര്യമന്ത്രി നിർമ്മലാജിയുടെ 8ാമത്തെ ബജറ്റ് ഒരു വമ്പൻ പ്രഖ്യാപനം കൊണ്ട് വാർത്തകളിലെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ വരുമാന നികുതിയുടെ കാര്യത്തിലെ ചെറിയ ഇളവുകളും ആശ്വാസ നടപടികളുമൊക്കെ ആണ് ബജറ്റിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വമ്പൻ പ്രഖ്യാപനം ധനകാര്യമന്ത്രി നടത്തിയിരിക്കുകയാണ്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി മുതൽ വരുമാന നികുതി നൽകേണ്ടതില്ല എന്ന വമ്പൻ പ്രഖ്യാപനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ശമ്പളക്കാരായിട്ടുള്ള വ്യക്തികളുടെ കാര്യത്തിൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ലഭിക്കുമെന്നുള്ളതിനാൽ ഫലത്തിൽ 12,75,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ പ്രഖ്യാപനമാണ്. സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന വലിയ ആശ്വാസ തുകയെല്ലാം സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടും. അത് സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലേക്കും, വിശേഷിച്ച് ഗ്രാമീണ കാർഷിക മേഖലകളിലെ ജനങ്ങൾക്കെല്ലാം ലഭ്യമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അതിൻ്റെ മൾട്ടിപ്ലർ ഇഫക്റ്റ് വലിയ രീതിയിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ആ രീതിയിൽ പ്രയോജനം ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾക്കുള്ള 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ബജറ്റിൽ ലക്ഷ്യമിടുന്നു. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമായ ബജറ്റാണിതെന്ന് ശ്രീ ആൻസൺ തോമസ് അഭിപ്രായപ്പെടുന്നു. ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് ആശ്വാസകരമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നികുതി ഘടനയുടെ പരിഷ്കരണമാണ്. ആദായ നികുതി പരിധി 12 ലക്ഷം വരെ ഉയർത്തിയത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രഖ്യാപനമാണ് 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ പ്രഖ്യാപനം. അതുപോലെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനവും സ്വാഗതാർഹമാണ്. നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം രാജ്യത്തെ മധ്യവർഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇത്തവണത്തെ ബജറ്റിൽ കാണാനാകുന്നതെന്ന് ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി അഞ്ജന എസ് പറഞ്ഞു. ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ സമീപനത്തിൽ ഒരു വ്യത്യാസം കാണാൻ പറ്റും നമുക്ക്. യൂഷ്വലി ഗവൺമെൻറ് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ടായത് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് ആയിട്ടുള്ളൊരു ഗ്രോത്തിനായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മിഡിൽ ക്ലാസ്സിലുള്ള കുടുംബങ്ങളെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഇത് മതിയോ? പ്രത്യേകിച്ച് പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൈൻഡ് ഓഫ് പ്ലാറ്റോ ചെയ്യുന്ന സമയത്ത്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒന്നും നടക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഇതൊക്കെ ബെയർ മിനിമം ആയിട്ടുള്ളൊരു അപ്രോച്ചായിട്ടാണ് തോന്നുന്നുള്ളത്. നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ, ലോകത്തെങ്ങും നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു എക്കോണമി ഒരു അൺസർട്ടണിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോഷ്യസ് ആയിട്ടുള്ളൊരു രീതിയിലത്തെ ബഡ്ജറ്റല്ല, ഒരു ഇച്ചിരിയും കൂടെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലൈഫ് സേവിങ് ഡ്രഗ്സിൻ്റെ കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കുന്ന അങ്ങനത്തെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഇറ്റ്സ് നോട്ട് ഇനഫ് എന്നാണ് തോന്നുന്നത്. 50.65 ലക്ഷം കോടി രൂപയുടെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ധനകമ്മി 4.4% ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 34.96 ലക്ഷം കോടി രൂപയുടെ നികുതിയേതര വരുമാനവും 28.37 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനവും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ധനകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.